ചോദിക്കുമ്പോ കോപ്പി അടിച്ചിട്ട് സാറന്മാർ പൊക്കുമ്പോ ഞങ്ങ പറയും സോറി സാറേ, സോറി സാറേ. വെള്ളമടിച്ചിട്ട് വണ്ടി ഓടിക്കുമ്പോ പോലീസ് പൊക്കിയ ഞങ്ങ പറയും സോറി സാറേ, സോറി സാറേ. വല്ലോന്റെ പെങ്ങളൊക്കെ മണ്ടടിച്ചിട്ട് കൂമ്പിനിടി കൊണ്ട ഞങ്ങ പറയും സോറി സാറേ, സോറി സാറേ. വെള്ളമടിച്ചിട്ട് വണ്ടി ഓടിക്കുമ്പോ പോലീസ് പൊക്കിയ ഞങ്ങ പറയും സോറി സാറേ, സോറി സാറേ. കുറെ കഥകൾ കേട്ടു, കുറെ നാടൻ പാട്ടുകൾ കേട്ടു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളെല്ലാവരും പൊട്ടിച്ചിരിച്ചു. ഇനി ബാക്കി കഥകളും ഗാനങ്ങളും ഹാസ്യവുമായി വീണ്ടും നമ്മുടെ പ്രിയപ്പെട്ട താരം കലാഭമണിയൊത്ത് ഈ എപ്പിസോഡ് സ്റ്റാർ റാഗിംഗ് ഇവിടെ ആരംഭിക്കുന്നു. ഞാൻ മണിയുടെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ നേരിട്ട് കണ്ട ഒരു അനുഭവം എനിക്ക്. അന്ന് മണി ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഫോണിൽ. അമ്മ മരിച്ചു കിടക്കുന്നു, അമ്മയുടെ ചിത എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് പ്രോഗ്രാമിന് കോട്ടയത്ത് എങ്ങാണ്ട് എവിടെയോ ഒരു സ്ഥലത്ത്, എവിടെയെന്ന് എനിക്കറിയില്ല, ഒരു പ്രോഗ്രാമിന് ആരോ വിളിച്ചിട്ട് ഇന്ന് എന്റെ അമ്മ മരിച്ച ദിവസമാണ് എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളെന്താ എത്താത്തെന്ന് ചോദിച്ചിട്ട് ഒരാൾ ചൂടായില്ലേ? അതെ, തീർച്ചയായിട്ടും. അല്ല, അത് ഈ നമ്മുടെ ഈ സെലിബ്രിറ്റിക്കൊക്കെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നതാ. അമ്മ മരിച്ചാലും കുഴപ്പമില്ല, പ്രോഗ്രാമിന് എത്തിക്കൊള്ളണം എന്ന് തീരുമാനിക്കുന്ന ഒരവസ്ഥയാണ്. പക്ഷെ അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ഒരു വശം വെച്ച് ടിക്കറ്റ് അടിച്ച് വിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ വരാതിരിക്കുമ്പോൾ, പക്ഷെ എന്നാലും അമ്മ മരിച്ചു എന്ന് പറയുമ്പോൾ അത് അറിയാവുന്നതാണ്. പക്ഷെ അത് ചില ആൾക്കാർക്ക് അത് ഇപ്പോഴും പല ആൾക്കാർക്ക് തെറ്റുകാരനുണ്ട്. ഞായറാഴ്ച സിനിമയ്ക്ക് അവധിയാന്നാ, ഞായറാഴ്ച ഷൂട്ടിംഗ് ഇല്ലാന്നാ. ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരാൾ ഞാൻ ഇപ്പോഴും ഓർക്കണ്ടാണ്. നിങ്ങൾ വെള്ളം അടിച്ച് റോട്ടിൽ കൂടെ പോകുമ്പോ പോലീസ് പിടിച്ചു അയാളെ. പോലീസ് പിടിച്ചത് ജീപി കയറാ വന്നു. ജീപി കയറാന്ന് പറഞ്ഞപ്പോ ഇയാള് പറഞ്ഞു ഞായറാഴ്ച വെള്ളം അടിച്ച് റോട്ടിൽ കൂടെ നടക്കണം അവിടെ. അപ്പൊ ഇയാള് പറയാം എന്റെ പൊന്നു സാറേ, ഞായറാഴ്ച പോലീസ് സ്റ്റേഷൻ നോക്കുന്ന എനിക്കറിയില്ല സാറേ. ഞായറാഴ്ച പോലീസ് സ്റ്റേഷൻ അവധിയാന്ന ചില ആൾക്കാരുടെ ധാരണ. പറഞ്ഞിട്ട് കാര്യമില്ല. അത് ചില ആളുകൾ അങ്ങനെ ധരിച്ചിരിക്കാം. മുടക്ക് ദിവസങ്ങൾ എന്ന് പറയുന്നതേ അയാളും വിചാരിച്ചിരിക്കണം അങ്ങനെയാണ്. എന്ന പോലെയാണ് അമ്മ മരിച്ചാലും വിടില്ല എന്നുള്ള. അതേപോലെ തന്നെ മലയാള സിനിമയിൽ ഭക്ഷണം കഴിച്ച് നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ഒരു കാര്യം നമ്മൾ ആട്ടിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ പറയും അവൻ മരിച്ചുപോയി, അടുത്ത ആളെ ബുക്ക് ചെയ്തോളം പറയും. അടുത്ത ആളെ അപ്പൊ ബുക്ക് ചെയ്യും, വേറെ ആള് കയറിക്കോളം പറയും. അതെ, ഇത് ഓരോ നിമിഷങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ തന്നെയാണ് ഇതുണ്ടായത്. അതെന്റെ അച്ഛൻ മരിച്ചപ്പോഴും അച്ഛൻ മരിച്ചതിന്റെ അന്ന് രാത്രി തന്നെ ഞാൻ ചിത കത്തി ഇങ്ങനെ വീഴുകയാണ്. അതൊക്കെ ഞാൻ ഇപ്പോഴും ആലോചിക്കേണ്ടത്. എന്റെ അച്ഛനെ ചിതയിൽ വെച്ചിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ല അച്ഛന്റെ പുറകൊക്കെ ഇങ്ങനെയായിരിക്കായിരുന്നു. വിറക് വെച്ച് ഞാനപ്പോ പറഞ്ഞു വിറക് വെക്കുന്നതിന് മുമ്പ് അച്ഛന്റെ പുറം പൊട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ആ പുറത്തിന്റെ സൈഡിൽ കുറച്ച് പഞ്ഞി വിരിച്ചേക്ക്. കാരണം അത്രയും നമ്മളെ നോക്കി വളർത്തിയ അച്ഛനാ. തീ കത്തണമെങ്കിൽ പോലും വേദന ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ആ പഞ്ഞി അച്ഛന്റെ വിറകിന്റെ അവിടെ വെച്ച് പുറത്ത് വെച്ച് ആ പഞ്ഞി മെൽറ്റായി പോയി. പഞ്ഞിക്ക് അധികം ചൂടടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കത്തി പിടിക്കില്ല. അങ്ങനെ എന്റെ അച്ഛന്റെ ഈ സൈഡ് മാത്രം ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുക. ഞാനത് കണ്ടുകൊണ്ടിരിക്കുക. ഇതൊന്ന് ബോഡി ഒന്ന് മറച്ചിടണം, അതിനുള്ള ആരുമില്ല എന്നുള്ള. അങ്ങനെ സ്വന്തം അച്ഛന്റെ ബോഡി നമ്മൾ തന്നെ മറച്ചിടേണ്ട ഒരു അവസ്ഥ വരാണ്. ആ സമയത്താണ് ഒരു സിനിമയ്ക്ക് എന്നെ ട്രിവാൻഡ്രത്തേക്ക് വിളിക്കുന്നത്. പക്ഷെ ഞാൻ അത് മറച്ചിട്ട് ഞാൻ ആ ഷൂട്ടിങ്ങിന് പോയി. പക്ഷെ എനിക്ക് സന്തോഷം തോന്നിയത്, ഞാനൊക്കെ പുഴയിൽ കുളിക്കാൻ പോകുമ്പോ ഈ സൈഡിൽ കുറെ ഒരു സ്ഥലമുണ്ട്, അവിടെ കുറെ ഈറ്റ് മുളയൊക്കെ നിൽക്കണതാണ്. എന്റെ അച്ഛനന്ന് എത്രയോ റീത്തുകൾ കിട്ടിയിരുന്നു. ആ റീത്തെല്ലാം കൊണ്ട് ഞാൻ ഈ പുഴയുടെ മുകളിലേക്ക് വീക്കിയിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവിടെ കണ്ടമാനം പൂക്കള്, ചെണ്ടുമല്ലി, റോസ്, എന്തൊക്കെയാ വിരിഞ്ഞു നിൽക്കണമെന്നറിയാമോ. എനിക്കത് മനസ്സിന് വളരെ ഒരു എന്താ പറയാ സങ്കടവും വന്നു, സന്തോഷം വന്നു, അല്ലാണ്ടായെന്നുള്ളതാണ്. അച്ഛൻ മരിച്ചാലും അമ്മ മരിച്ചാലും ഇങ്ങനെയുള്ള പരിപാടിക്ക് വിളിക്കുന്നവരുണ്ടായിരിക്കാം. നമ്മുടെ വിഷമം നമ്മ തന്നെ മനസ്സിലാക്കുക. മറ്റുള്ളവർ ചിലരതിൽ പങ്ക് ചേരുന്നവരുണ്ടായിരിക്കാം. പക്ഷെ ദുഃഖത്തിനെല്ലാം അവധി കൊടുക്കാം. മറ്റൊരു ചോദ്യം പുറത്തുനിന്നുള്ളത് കൂടി നമുക്ക് കേൾക്കാം അല്ലേ? തീർച്ചയായിട്ടും. ചേട്ടന്റെ ISA മാർക്കുള്ള ചിരി ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി ചിരിക്കുവോ? കുറെ ഡിഫറന്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ മണി ചെയ്തു. പക്ഷെ കുറെ സിനിമകളിൽ ഇപ്പൊ ആവശ്യമില്ലാത്ത കുറെ നായക കഥാപാത്രങ്ങൾ ഒരു കാര്യമില്ലാണ്ട് ചെയ്തില്ലേ? അതെന്തിനായിരുന്നത്? അല്ല, ഒരു കാര്യമില്ലാണ്ട് ചെയ്യുന്ന. പക്ഷെ നമുക്കിപ്പോ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾക്കുള്ള വേഷം, നായക വേഷം, നല്ല കഥയും നമ്മൾ തന്നെ ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുക.
അല്ല ശരിക്ക് മണി കഥ കേൾക്കാറുണ്ടായില്ല. ഞാനൊരു മോശം നടനാന്ന് എനിക്ക് തോന്നണ്ടോ? അതില്ല. പക്ഷെ ഈ സെലക്ട് ചെയ്ത കഥാപാത്രങ്ങൾ പലതും നാദിർഷ, ഞാൻ അഭിനയിച്ച പടങ്ങളൊന്ന് കാണണം. ഞാൻ വാൽക്കണ്ണാടി, 1000-ലൊരുവൻ, മറ്റേ വാസന്തി ലക്ഷ്മിയും, മത്സരം, പിന്നെ ബെൻ ജോൺസൺ, എത്രയോ പടങ്ങള്. അതൊക്കെ നല്ല കഥകളുണ്ടായിരുന്നു നാദിർഷ. പിന്നെ ഞാൻ ഈ എയർ പിടിച്ച് എന്റെ വീട്ടിലിരുന്നിട്ട് എന്താ കാര്യം? നീ എന്റെ വീട്ടിലേക്ക് ചിലവർ കൊണ്ടുവരുമോ? അതല്ല പിന്നെ അതാ നീ ഒരു നല്ലൊരു നായക വേഷം എനിക്ക് തായോ, അണ്ട് നീ ഡയറക്റ്റ് ചെയ്ത് അഭിനയിക്കാം, അണ്ട് നല്ല പേര് പഠിച്ചായോ. നല്ല വേഷം, നല്ല ദേഹം അടങ്ങുന്ന വേഷം കിട്ടിയാൽ നമുക്ക് തൃപ്തിയോടുകൂടി അഭിനയിക്കാൻ പറ്റും. അങ്ങനെ ചെയ്ത പടങ്ങൾ എത്ര. ആകാശത്തിലെ പറവുള്ള ക്ലൈമാക്സ് മാത്രം കാണുക എന്നുള്ള എന്റെ നാവിന്റെ അടിവശം വിട്ടുപോയി എന്നുള്ളതാണ്. വിട്ടുപോയിട്ട് അവിടെ ഷൂട്ടിംഗ് കണ്ടുന്ന 2 പെൺകുഞ്ഞുങ്ങൾ തലകറങ്ങി വീണു. എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, അവിടുത്തെ അമ്മമാര് പറഞ്ഞു, എന്റെ പൊന്നു മോനെ ഇങ്ങനത്തെ വേഷമൊന്നും അഭിനയിക്കില്ലേ, സഹിക്കാൻ പറ്റില്ല കുഞ്ഞ്, എന്താ നീ കാണിച്ചു കൂട്ടുന്നതെന്ന് പറഞ്ഞു. അത് ഞാനൊരു വെറുനായ, പേ പിടിച്ച നായ അഭിനയിക്കണം, പക്ഷെ എനിക്കൊരു ആവേശം മൂത്തിട്ട് നമ്മളത് അങ്ങനെ ചെയ്യുന്നുള്ളതാണ്. ഞാനൊരു സിനിമയിൽ കരയാൻ വേണ്ടി ഗ്ലിസറിൻ ഉപയോഗിക്കാറില്ല. എനിക്ക് എവിടെന്നെങ്കിലൊക്കെ എന്തെങ്കിലും ഒരു കാര്യം ആലോചിച്ചാൽ മതി. അത് ഇഷ്ടംപോലെ ഇരിക്കല്ലേ നാദിർഷ, ഷോക്കേസിൽ ഇങ്ങനെ ഇരിക്കുക വിഷമങ്ങള്. അതിൽ നിന്ന് ഒരു പീസും കൂടി എടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്കത് കരയാനുള്ളതും കിട്ടിയിട്ടുള്ളതാണ്. അവരെന്തോ ചോദിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കും. തീർച്ചയായിട്ടും. മിമിക്രി വേദികളിൽ വെച്ചിട്ട് മണിച്ചേട്ടൻ എന്തെങ്കിലും ഒരു അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടോ? മിമിക്രി എന്ന് പറയുന്ന അബദ്ധമാണ്. ഞാൻ പറയുന്നത് ഒരു കൂട്ടി പറയാന്ന് വിചാരിക്കരുത്. അന്ന് നാദൃശ്യം ഉണ്ട്. അതില് ദിലീപ് മുണ്ടൂരാൻ എന്ന് പറഞ്ഞ കഥാപാത്രം അവതരിപ്പിക്കും അല്ലേ? മറ്റേ തിളക്കത്തില് ആരെ കണ്ടാലും മുണ്ടൂരിണ്ട് പോണ സീന സ്റ്റേജിൽ ഞങ്ങൾ ആ ഷോ ചെയ്തു. അപ്പൊ പല ആൾക്കാർ വരുന്നു, സലീംകുമാർ വരുന്നു, സലീംകുമാറിന്റെ മുണ്ടൂരിണ്ട് പോണു, ഹരിശ്രീ അശോകൻ ചേട്ടൻ വരുന്നു, അശോകൻ ചേട്ടൻ മുണ്ടൂരി ഓടി പോണു. ഞാൻ വാസന്തി ലക്ഷ്മിയിലും അന്ധനായിട്ട് ഞാൻ നവ്യ നായരല്ലേ, അതെ നവ്യ എന്ന് പറഞ്ഞു. ഇല്ല നവ്യായിരുന്നു. ഇല്ലല്ല ഒരു ലേഡി ആയിക്കോട്ടെ, ഭാവനായിരുന്നു ആരോ അങ്ങനെ തോളിലിട്ട് ഞാൻ കൈ പിടിച്ചിട്ട് വരാണ്. അപ്പൊ എന്റെ മുണ്ടൂരിണ്ട് പോണം. ഞാൻ സ്റ്റേജിലേക്ക് കയറി, ദിലീപ് എന്റെ പുറകെ ഓടി. ഞാൻ ഓടിയിട്ട് സ്റ്റേജിന്റെ ബാക്കിലേക്ക് ഞാൻ പോയി. കാരണം ഉള്ളിൽ ട്രൗസർ ഇടാൻ മറന്നുപോയി ഞാൻ. അവനെങ്ങാനിത് വലിച്ചു ഊരിങ്ങ, എന്റെ ദൈവമേ, ഫില്ലിന്റെ ബ്ലാങ്ക്, ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, ഭഗവാനെ. ആളുകളുടെ ചെവിന്ന് കിളി പറഞ്ഞു. എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ വിട്ടുപോയി. ഞാൻ പിന്നെ എന്നെ ഹോട്ടലിലെ കണ്ടെന്നു തന്നെ. അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. സത്യമായിട്ടുള്ള കാര്യ. ദിലീപ് ചിരിച്ച അവശ നിലയായതാ. ഇപ്പൊ മണിയിട്ടാണ് ഈ കറുത്ത പാന്റിന് പിന്നില് ഒരു ചരിത്രമുണ്ട്. പണ്ട് കളമശ്ശേരിയില് ഒരു ഹോട്ടലില് ഞാൻ കലാപമണിയെ ഒരു ഗൾഫ് ഷോന് വേണ്ടി ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് മണി വന്നു. അന്ന് മണിയുടെ കൂടെ ടിനി ടോം ഉണ്ടായിരുന്നു. ചാന്ദിനി പാർക്കില് ടിനി ടോം ഉണ്ട്. പിന്നെ അല്ല ടിനി മണി കൂടിയാണ് വരുന്നത് ഇന്റർവ്യൂവിന്. അപ്പൊ ടിനി ഓക്കെ ആയി, ആ ഷോയ്ക്ക് പോകാൻ വേണ്ടി ടിനിനെ ഓക്കെ ആക്കി. കലാപമണിന് ഇന്റർവ്യൂവിന് അപ്പൊ നടൻ സിദ്ദിഖ് പറഞ്ഞ് നാദർഷ് ഇന്റർവ്യൂ ചെയ്യാൻ പറഞ്ഞു. ഞാൻ മണീനെ ഇന്റർവ്യൂ ചെയ്തോണ്ടിരിക്കുമ്പോ അപ്പൊ എനിക്ക് മണിയെ കൊണ്ടുപോകണ്ട ആ ഷോയ്ക്ക്, പകരം വേറൊരാൾ അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യാണ്. അതൊരു വലിയൊരാളാ. അപ്പം മണി പറഞ്ഞ് കുറെ സാധനങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. എന്നെ എങ്ങനെയെങ്കിലും കട്ട് ചെയ്ത് കളയാന്നുള്ളതായിരുന്നു എന്റെ ലക്ഷ്യം. കാരണം മണിയെ കൊണ്ടുപോകാൻ മറ്റാളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പൊ മണി കുറെ പെർഫോമൻസ് ഒക്കെ കാണിച്ചു. അവസാനം എന്റെ അടുത്ത് പറഞ്ഞ്, ഞാന് ഈ ആന നടക്കുന്ന എന്റെ ആനയുടെ ബാക്ക് കാണിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ശരി ബാക്ക് കാണിക്കേ. അല്ല, ഞാൻ സാധാരണ ഒരു കറുത്ത പാന്റ് ഇട്ടിട്ടാണ് വരുന്നത്, ജീൻസ്, എന്നാലും കറക്റ്റായിട്ട് ആനയുടെ ബാക്ക് അറിയുള്ളൂ. എന്നിട്ട് ഞാൻ പറഞ്ഞു, അപ്പൊ ഇന്ന് ഇയാൾ ഇങ്ങോട്ടോ വരുന്നതെന്ന് അറിയാൻ പറ്റില്ല, പിന്നെ ഈ മുണ്ടുകൊടുത്തുണ്ടോന്ന് ഇത് കാണിക്കാതിരിക്കാൻ വേണ്ടിയില്ലെന്ന് വെച്ചു. അപ്പൊ അങ്ങനെയല്ല, എനിക്ക് ആകെ ഒരു കറുത്ത പാന്റ് ഉള്ളൂ, അത് കലാഭവന്റെ ഇതിന് ഗ്യാപ്പിൽ അലക്കിയിട്ടേക്കാണ്, അതുകൊണ്ടാണ് വരാൻ പറ്റാതെ. ആ ഒരൊറ്റ ഡയലോഗിലാണ് മണിയെ ഫിക്സ് ചെയ്യുന്നത് ആ ഷോയ്ക്ക്. ഞാൻ പുറത്ത് നിൽക്കുന്ന ആളുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞ്, എന്താണെങ്കിലും ഈ ഷോയ്ക്ക് ഞാൻ അവനെ കൊണ്ടുപോകും, കാരണം അതല്ലാണ്ട് പറ്റില്ല. കാരണം അവന്റെ അവസ്ഥ എനിക്കിപ്പോഴാണ് മനസ്സിലായി. എനിക്ക് നിന്നോടുള്ള സകല ദേഷ്യവും പോയി ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി. ആ പുറത്തേക്കുന്ന ആളുടെ അടുത്ത് പറഞ്ഞ്, നമുക്ക് അടുത്ത ഷോയ്ക്ക് വന്നു. ദിലീപായിരുന്നു പുറത്ത് നിന്ന്. അതെ, നമ്മുടെ ഇന്നത്തെ സൂപ്പർ സ്റ്റാർ ദിലീപാണ് അവിടെ വെയിറ്റ് ചെയ്ത് മണിക്ക് വരെ പോകാൻ വേണ്ടിയിട്ട്. അപ്പം ആ ഒരു അനുഭവം, ആ കറുത്ത പാന്റ്, ഇപ്പൊ കുറെ കറുത്ത പാന്റ് ഉണ്ടല്ലേ? അതെ, ഞാനടക്കം കറുത്തല്ലേ. ഇനിയിപ്പോ എന്താ പാന്റിന്, ഞാനത് അതാണ് ഇപ്പോഴും നമ്മളാ അന്നത്തെ ആ പാട്ടില് ഞാൻ ഇപ്പോഴും ഓർക്കണ്ട. ഞാൻ ആ പാടുന്ന പാട്ട് തന്നെ അതാണ്. ആരാരുമാവത്ത കാലത്ത് ഞാനന്ന് പോട്ടി നടന്നു വണ്ടി, എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. 100ന്റെ നോട്ടിന് രാപ്പകലില്ലാതെ നെട്ടോട്ടം ഓടിടുമ്പോൾ കിക്കർ വലിച്ചെന്റെ കൈയും നടുവും തളർത്തിയൊരോട്ടോ വണ്ടി.
ആരാരുമാവാത്ത കാലത്ത് ഞാനന്ന് ഓട്ടി നടന്നു വണ്ടി. എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. എന്റെ നിറമ്പോൾ കറുത്തൊരു പാൻറ്റും മുഷിഞ്ഞ ജുബയലക്കി. ഓട്ടോന്റെ ഡിക്കിയിൽ വെച്ചത് ഓർത്തു ഞാൻ ഇന്നും കരഞ്ഞു പോകും. എന്റെ നിറമ്പോൾ കറുത്തൊരു പാൻറ്റും മുഷിഞ്ഞ ജുബയലക്കി. ഓട്ടോന്റെ ഡിക്കിയിൽ വെച്ചത് ഓർത്തു ഞാൻ ഇന്നും കരഞ്ഞു പോകും. തേച്ചാലും മാച്ചാലും ജീവചരിത്രം മനസ്സിനുമായുകില്ല. ഈ ചാലക്കുടിക്കാരൻ ചാലക്കുടി നാട് വിട്ടെങ്ങും പോകുകില്ല. തേച്ചാലും മാച്ചാലും ജീവചരിത്രം മനസ്സിനുമായുകില്ല. ഈ ചാലക്കുടിക്കാരൻ ചാലക്കുടി നാട് വിട്ടെങ്ങും പോകുകില്ല. ചാലക്കുടി മഹാത്മ്യം ഒരുപാട് പറയുന്നുണ്ട്. ചാലക്കുടിക്കാരെ ഒരുപാട് പേരെ നിർത്തി, കലാഭവൻ മണിയുടെ ഇഷ്ടപ്പെട്ട ആൾക്കാരെ നിർത്തി, മണി സ്ഥാനാർത്ഥിയായിട്ട് നിർത്തി വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നുണ്ട്. സ്വന്തമായിട്ട് അങ്ങോട്ട് നിന്ന് ജയിച്ച പോരുത്. നീയൊക്കെ എന്റെ അധംപതനം കണ്ടിട്ട് വീട്ടിൽ കയറി ഇരിക്കാനുള്ള പരിപാടി ആയിരിക്കല്ലോ. അതല്ല ചോദിച്ചത്, ഇത് ഇത്രയും ആൾക്കാരുടെ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ശരിക്കും ഒരു സ്ഥാനാർത്ഥിയാണെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായില്ല? ഒരിക്കലില്ല നാശ. നമുക്ക് അങ്ങനൊന്നും, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ മനസ്സ് കുഞ്ഞു മനസ്സാ, ചെറിയൊരു മനസ്സാ. അതിലെനിക്ക് ഒരിക്കലും ഒരു വലിയ ആളായി പോകണമെന്നൊരു ആഗ്രഹമേ ഇല്ല. ഞാനിന്നൊരു എന്താ പറയാ, എന്റെ വീടിന്റെ പരിസരങ്ങളിൽ ഒരു എന്താ പറയാ, ഒരു ജയിച്ചു വന്ന ഒരാൾ ചെയ്യേണ്ട കടമ ഞാൻ ഇപ്പൊ ഞാൻ ജയിക്കാതെ കണ്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അതിനോളം സാറ്റിസ്ഫാക്ഷൻ വേറെ ഒന്നും ഉണ്ടാവില്ല. ഒന്ന് ജയിച്ചു വരണമെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ പ്രാരാബ്ധാവുന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ എന്റെ വീടിന്റെ പരിസരത്ത് പുല്ലുവെട്ടാൻ എല്ലാ മാസങ്ങളിലും പുല്ലുവെട്ടാൻ പോവും. അതൊക്കെ ഇപ്പോഴും പോകുന്നുണ്ട്. അതുകൂടാതെ കണ്ട് അവിടെ കിടക്കുന്ന വേസ്റ്റ് ഒക്കെ വാരി നമ്മള് ഞാൻ ഈ കഴിഞ്ഞ കുറെ നാൾ മുമ്പ് കുറെ വേസ്റ്റ് അവിടെ ഇടരുന്ന്, വേസ്റ്റ് ഇടാൻ പാടില്ല എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ ഏറ്റവും കൂടുതൽ വേസ്റ്റ് കൊണ്ടിടാം. അല്ലേ? എപ്പോഴും ശ്രദ്ധിക്കണം. ഇന്നിപ്പോ എല്ലാ ആൾക്കാരും മോർണിംഗ് വാക്ക് എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. കയ്യിലൊരു കവർ ഉണ്ടാവും. മോർണിംഗ് വാക്കൊന്നല്ല, മോർണിംഗ് വീക്കാണത്. നടന്ന് ഏതെങ്കിലും സ്ഥലം വരുമ്പോ ഈ കവർ പിന്നെ ഒരു പോക്കാ നടന്നിട്ട്. ആ മോർണിംഗ് വാക്കല്ല, മോർണിംഗ് വീക്ക്. അത് വീക്കാൻ വേണ്ടി പോണേ. വേസ്റ്റ് നമ്മുടെ നാട്ടിൽ ആൾക്കാരൊക്കെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മാലിന്യം വല്ലാത്തൊരു പ്രശ്നമായിക്കൊണ്ടിരിക്കുക. വീടിന്റെ പറമ്പിൽ കുറച്ച് കൂട്ടിയിട്ട് കത്തിച്ചാൽ മതി, അത് കത്തിപ്പോവും. പക്ഷെ ഈ വേസ്റ്റിനകത്ത് കൊണ്ടിടുന്നതെന്ന് പറയുമ്പോ നമ്മൾക്ക് ഒരിക്കലും പറയാൻ പറ്റാത്ത സംഭവങ്ങളാണ്. അതൊക്കെ ഞാൻ കയ്യിൽ ഉറയിട്ട് തെരഞ്ഞു പിടിച്ചു നോക്കിയപ്പോ പറയാൻ പറ്റില്ല. പക്ഷെ അതിൽ നിന്നൊരു എഴുത്ത് കിട്ടി. ആ എഴുത്ത് എന്റെ അഡ്രസ്സ് വെച്ച് ഞാൻ അവരുടെ വീട്ടിലേക്ക് എഴുത്ത് കിട്ടി. ഞാൻ ഇനി മേലാൽ ഇതിവിടെ കൊണ്ടിടരുത്, ചെറുപ്പക്കാർ പിള്ളേരൊക്കെ പോണത് ഇതില്ലേ, അതുകൊണ്ട് ഇത് ഇവിടെ കൊണ്ടിടാൻ പാടില്ല, ദൈവത്തെ കുറിച്ച്. അല്ല, അത് നമ്മളത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണത്. ഞാൻ എന്റെ ഇഷ്ടങ്ങളാണ് നാദിഷ. ഇപ്പൊ ഞാൻ എന്റെ ഏറ്റവും വലിയ എന്റെ മനസ്സിൽ സന്തോഷം, ഒരു ഡ്രീമാണ് അതെന്റെ. അത് ഈ ജനുവരി 1-ാം തീയതി എന്റെ പിറന്നാളിന്റെ സഫലമാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്റെ വീടിന്റെ തൊട്ടടുത്ത് എന്റെ 5 സെന്റ് സ്ഥലത്ത് ഞാൻ എന്റെ നാട്ടിലെ കുഞ്ഞു മക്കൾക്ക് പഠിക്കാൻ വേണ്ടി ഒരു 3 നില ബിൽഡിങ്ങിൽ ഒരു വായനശാല പണി നടക്കാണ്. അതിന്റെ ഉദ്ഘാടനം ജനുവരി 1-ാം തീയതി ആയിരിക്കും. അവിടുത്തെ കുട്ടികൾക്ക് വായിക്കാൻ കമ്പ്യൂട്ടറും പിന്നെ ഒരു PSC ഫ്രീ കോഴ്സ്. നമുക്കേ പറ്റിയിട്ടില്ല ഇതൊന്നും. ഇനി വരുന്ന തലമുറയ്ക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ വേണമെന്ന് വിചാരിച്ചിട്ടാ അതില് സംഗീതം പിന്നെ നൃത്തം എല്ലാം പഠിപ്പിക്കുന്ന ഒരു വായനശാല. അല്ല, ഇത് ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കലാഭവൻ എന്ന് പറയുന്ന നടൻ ഒരുപാട് പൈസ വാരിക്കോരി കൊടുക്കുന്നുണ്ട്. എനിക്കറിയാം, വ്യക്തിപരമായിട്ട് അറിയാം. മണിയുടെ വീട്ടിൽ ഞാൻ പലപ്പോഴും വരുമ്പോ ഒരു നീണ്ട ക്യൂ ഉണ്ടാകാറുണ്ട്. മണി ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണി ഉണ്ടോ ഇല്ലെന്നുള്ളത് എനിക്ക് ചാലക്കുടി ആ ജംഗ്ഷൻ കഴിയുമ്പോൾ തന്നെ അറിയാം. ഒട്ടുമിക്ക ആൾക്കാരും മണി ഉണ്ടോ എന്നറിയാൻ വേണ്ടിട്ട് വരുന്നത്. ഈ ഒരു ക്യൂവും കാര്യങ്ങളൊക്കെ. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് അതിന് ഒരു വിഷമം തോന്നിയൊരു കാര്യം പറയാം, ഒരു സൗഹൃദത്തിന്റെ. പക്ഷെ അത് ഒരിക്കല് നമ്മളൊരു ചാനലില് മണിയുടെ ഒരു പ്രോഗ്രാമിന് ഇത് ഈ പൈസ കൊടുക്കുന്നതും കാര്യങ്ങളൊക്കെ ചാനൽ ഷൂട്ട് ചെയ്ത് കാണിച്ചപ്പോ എനിക്ക് തോന്നിയത് ഇത് മണി ചെയ്യണ്ടായിരുന്നു. കാരണം നീ ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതാണ്. പക്ഷെ ഇത് ഇത്ര ഇങ്ങനെ ഒരു കാര്യം ഷൂട്ട് ചെയ്ത് ചാനലിൽ കൊടുത്തത് ഒരു ശരിക്കും നമുക്ക് മാത്രമല്ല ഒരുപാട് ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട്. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ അടുത്ത കാലത്ത് എവിടെ ചങ്ങരംകുളങ്ങരയാ ഒരു പെണ്ണ് ടോയ്ലറ്റ് പോയിപ്പോ ഷൂട്ട് ചെയ്ത് മൊബൈലില്. അത് കോഴിക്കോട് ഹോട്ടലില്. അതെ, അത് ആ പെണ്ണ് അറിഞ്ഞിട്ടല്ല ഷൂട്ട് ചെയ്തത്. അല്ല, ചാനലല്ലേ. അല്ല, അതാ പറഞ്ഞ ഇത് നമ്മളറിയാണ്ട് ഒന്ന് ഷൂട്ട് ചെയ്തിട്ടോ ഞാൻ എന്ത് ചെയ്യാൻ പറ്റാ? ഈ ക്യാമറ എവിടേക്ക് കൊണ്ടുവയ്ക്കണമെന്ന് എനിക്കറിയാൻ പറ്റുമോ? നമ്മൾ അറിഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചെയ്യുമോ? നമ്മൾ അങ്ങനെയാണെങ്കിൽ അതിലും വലിയ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് അല്ല, അതാണ് അറിയിക്കാൻ നമുക്കറിയാവുന്നത്. ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഇപ്പൊ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ എനിക്കറിയാവുന്നിടത്തോളം ഇത്രയും
പൈസ ആൾക്കാർക്ക് വാരിക്കോരി കൊടുക്കുന്ന അല്ലെങ്കിൽ സാധുക്കളെ സഹായിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളത് വ്യക്തിപരമായിട്ട് എനിക്ക് അങ്ങനെ പറയണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നാദർശ. പക്ഷെ നമ്മളൊന്നും ഇന്നവരെ ഒരു ചാനലിൽ നമ്മൾ കാണിച്ചിട്ടില്ല, നമ്മൾ അങ്ങനെ ചെയ്യാറുമില്ല. എന്റെ കല്യാണ കാസറ്റ് ഷൂട്ട് ചെയ്തിട്ട് വിറ്റ ആൾക്കാരുണ്ട്. എന്റെ കല്യാണ കാസറ്റ് ഞാൻ അറിഞ്ഞിട്ടില്ല, അന്ന് എടുത്തുകൊണ്ടായി ഗംഭീര. ഞാൻ അമേരിക്കയിൽ ചെന്നപ്പോ ഞാൻ എന്റെ പെണ്ണ് ഗംഭീര താലികെട്ടും ബഹളം. അവനൊക്കെ ഫസ്റ്റ് നൈറ്റിൽ പറയാൻ എന്റെ മഹാഭാഗ്യം, എന്റെ പൊന്നിയങ്ങാതി. എവിടെ ക്യാമറ കൊണ്ടുവയ്ക്കാന്ന് പറയാൻ പറ്റില്ല. അല്ല, ഇത് എവിടെ വെക്കണേന്ന് അറിയില്ലെന്നേ. ഇപ്പോഴാണ് ഒരു പേനേല് പോലെ ഉണ്ടെന്നുള്ളതാണ്. ചിരിച്ചാ പോയി, കറുത്ത പല്ലിന് സൂക്ഷിച്ചോളണം, അത് ക്യാമറ ആയിരിക്കും. അത് വെച്ച് ഷൂട്ട് ചെയ്തിട്ടിരിക്കും. ഒരു ഗ്യാപ്പുള്ള പല്ലുള്ള ആൾക്കാരൊക്കെ സൂക്ഷിക്കാന്ന് ഞാൻ പറയുള്ളൂ. അല്ല, ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. ഈ ഫസ്റ്റ് നൈറ്റിന്റെ കാര്യം പറഞ്ഞു. ഫസ്റ്റ് നൈറ്റില് ഭാര്യയ്ക്ക് പാടിക്കൊടുത്ത പാട്ട് ഏതാണ്? ഭാര്യയ്ക്ക് പാടിക്കൊടുത്ത, ഭാര്യയുടെ അടുത്ത് പാടി കൊടുത്ത? ഭാര്യയ്ക്ക് പാടി കൊടുക്കാനൊന്നും സമയം ഉണ്ടായില്ല മോനെ. വേറെ പല 100 കൂട്ടം കാര്യങ്ങളുണ്ടായിരുന്നു. നീ അവിടെ പോയിട്ട് ഞാൻ അല്ലാണ്ട് തന്നെ സ്റ്റേജിൽ പാടി അവശാലായിരിക്കാം. എന്റെ ഉള്ളിൽ കൂടെ ഞാൻ അവിടെ പോയി പാട്ടും പാടണോ? നീ ഒന്ന് പോയി പാടി നോക്കണം. അതല്ല, എന്നാലും ഒരു ഭാര്യയുടെ അടുത്ത് എപ്പോഴെങ്കിലും, അല്ലെങ്കിൽ ശരിക്കും കല്യാണം ഫിക്സ് ചെയ്തതിനു ശേഷം അത് പിന്നെ മൊബൈൽ ഫോണൊന്നും എനിക്ക് തോന്നുന്നില്ല. മൊബൈലൊക്കെ ഉണ്ട്. മൊബൈൽ ഉണ്ടായിരുന്നല്ലേ? പ്രേമിക്കാനൊന്നും ഒന്നില്ല, അറേഞ്ച്ഡ് മാരേജ് ആണ്. പക്ഷെ എന്നാലും ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്? അത് അവളോട് തന്നെ ചോദിക്കണം. അല്ല, എന്നാലും മണി പാടാൻ താല്പര്യം? ഭാര്യയ്ക്ക് ഇഷ്ടമുള്ള പാട്ട് എന്ന് വെച്ചാൽ ഒരുപാട് പാട്ടുകൾ അവൾക്ക് ഇഷ്ടമൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഭാര്യയ്ക്ക് വേണ്ടിട്ട് ഒരു പാട്ട് പാടിക്കൊടുക്കുക. ഭാര്യ എന്റെ പാട്ടല്ല ഇഷ്ടപ്പെടുന്നത്, ദാസേട്ടന്റെ പാട്ട്. ഉമ്പായിക്കില്ലേ, ഇവൾക്ക് എന്റെ ഉമ്പായി കുച്ചാണെന്നുള്ള പാട്ട് കേട്ടോടുകൂടി പിന്നെ ഉമ്പായി എന്നുള്ള ഇതിലേക്കായി ശ്രദ്ധ മുഴുവൻ. പക്ഷെ ആ പാട്ട് ഭയങ്കര ഇഷ്ടം. ഞാനും ഉമ്പായിക്കാന്റെ പാട്ട് കേട്ടിട്ടാണ് ഞാൻ കിടന്നുറങ്ങാറ്. എനിക്കത് എന്തൊരു പ്രത്യേക ഇഷ്ടമാണ്. ഞാനത് ഉറക്കണ്ട പാട്ട്. പിരിയുവാൻ നേരത്ത് കാണുവാനാശിച്ച ഒരു മുഖം മാത്രം ഞാൻ കണ്ടതില്ല. പിരിയുവാൻ നേരത്ത് വിതുമ്പുവാനാശിച്ച നിറമിഴി മാത്രം ഞാൻ കണ്ടതില്ല. പിരിയുവാൻ നേരത്ത് കാണുവാനാശിച്ച ഒരു മുഖം മാത്രം ഞാൻ കണ്ടതില്ല. പിരിയുവാൻ നേരത്ത് വിതുമ്പുവാനാശിച്ച നിറമിഴി മാത്രം ഞാൻ കണ്ടതില്ല. പിരിയുവാൻ നേരത്ത് കാണുവാനാശിച്ച ആ പാട്ട് വലിയ ഇഷ്ടമാണ്. മണി, ശരിക്ക് കുന്നശ്ശേരി രാമൻ മകൻ മണി, അച്ഛന്റെ പ്രിയപ്പെട്ട പുത്രൻ. ആ അച്ഛന്റെ മകനായിട്ട് ജനിച്ചു. അച്ഛനെ കുറിച്ച് എപ്പോഴും വാദോരാതെ സംസാരിക്കുന്നു. പക്ഷേ ആബേലച്ഛന്റെ കലാഭവൻ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ നിന്ന് വളർന്നു. ഇപ്പോഴും കലാഭവൻ മണി എന്നുള്ള പേരിൽ ലോകം മുഴുവൻ അറിയപ്പെട്ടു. ശരിക്കും ഏത് അച്ഛനോടാണ് ഏറ്റവും കൂടുതൽ കടപ്പാട്? അച്ഛൻ എന്ന് പറയുന്നത് നമുക്കിപ്പോ എന്താ പറയാ, അച്ഛന്മാർ ഒരുപാടുണ്ട്. ഞാനൊരു വിധപ്പെട്ട ഷൂട്ടിങ്ങിലൊക്കെ പോകുമ്പോൾ പ്രായത്തിൽ എല്ലാവരും ഞാൻ അച്ഛാന്ന് വിളിക്കാറ്. പക്ഷെ എന്നാലും കലാഭവന്റെ ആബേലച്ഛനോടൊരു പ്രത്യേക ഒരു സ്നേഹ. എനിക്കത് തുറന്ന് പറയുന്നതുകൊണ്ട് എനിക്ക് വിഷമമൊന്നുമില്ല. എനിക്ക് വിഷമില്ല. ഇനി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കതൊരു, ഞാൻ പറയുന്നത് കൂടുതലാണെങ്കിൽ അതൊരു വിഷമാക്കി കാണരുത്. ഞാൻ ആ സമയത്ത് എന്റെ പെങ്ങളുടെ വിവാഹത്തിന് പൈസ ഇല്ലാതിരിക്കുന്ന ഒരു സമയമാണ്. ഞാൻ കലാഭവനിൽ കളിക്കുന്നുണ്ട് മിമിക്രി. എനിക്കാണെങ്കിൽ കുട്ടിയെ കല്യാണം കഴിച്ചു സദ്യ നടത്താൻ പൈസ ഇല്ല. ഞാൻ ആബേലച്ഛന്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ എനിക്കിങ്ങനെ ഇച്ചിരി സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. അപ്പൊ അച്ഛന് ഇങ്ങനെ മൂക്കത്ത് വിരൽ വെച്ച് സംസാരിക്കുള്ളൂ. ഇയാൾക്ക് ഇവിടുന്ന് നല്ല ശമ്പളമൊക്കെ കിട്ടുന്നുണ്ടല്ലോ, ഈ പൈസ ഒക്കെ എന്തോന്ന് ചെയ്യുന്നു? പക്ഷെ അച്ഛത് കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കണം, കുറച്ച് സ്വർണ്ണം എടുക്കണം, ഇപ്പൊ സദ്യ നടത്താനുള്ള പൈസ ഇല്ല. ഇയാൾക്ക് എത്ര കാശ് വേണം? എനിക്ക് ഇത്ര പൈസ വേണം എന്നുള്ളൊരു തുക ഞാൻ പറഞ്ഞു. അങ്ങനെ അച്ഛൻ അവിടെ ഇരിക്കുന്ന നമ്മുടെ മാനേജരോട് പറഞ്ഞു, ഷേളി ചേച്ചിയോട് പറഞ്ഞു, ഒരു ഇത്ര പൈസ കൊടുത്തേക്കാൻ പറഞ്ഞു. പക്ഷേ ഈ പൈസ കൊടുക്കുന്നതിന് ഒരാഴ്ച മുമ്പ് അച്ഛൻ ഞാൻ പ്രോഗ്രാമിന് പോയ സമയം നോക്കിയിട്ട് എന്റെ വീട്ടിൽ അച്ഛൻ വന്നു. വീട്ടിൽ വന്നിട്ട് സത്യസന്ധമാണോ, കല്യാണം ഉണ്ടോ, വിവാഹം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അച്ഛൻ വന്ന് തിരക്കി. അത് കൃത്യമാണെന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ പ്രോഗ്രാം കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് ആ പൈസ എന്റെ കയ്യിൽ തന്നു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഇത് ഓരോ പ്രോഗ്രാമിന് ഇത്ര പൈസ വെച്ച് പിടിക്കും എന്ന് പറഞ്ഞു. ഞാൻ കുഴപ്പമില്ല അച്ഛൻ പിടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എന്നെ സൈഡിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞു, ആ പൈസ തരണ്ട കേട്ടോ, എന്റെ കുഞ്ഞത് കയ്യിൽ വെച്ചോളൂ. അത്രയും നല്ലൊരു മനുഷ്യനായിരുന്നു ആബേലച്ഛൻ.
ആബേലച്ചന്റെ പാട്ടിൽ തന്നെയുണ്ട്. ഞാൻ ആബേലച്ചനെ, നമ്മൾ ഇന്നും ഈശ്വരനെ തേടി പല അമ്പലങ്ങളിലും പള്ളിയിലും ഒക്കെ പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ ഈശ്വരൻ എവിടെ നിൽക്കണമെന്ന് നമ്മൾ അറിയില്ല എന്നുള്ളതാണ്. നമ്മുടെ സ്വന്തം ഹൃദയത്തിൽ തന്നെ നമ്മുടെ ഈശ്വരൻ ഉണ്ടെന്നുള്ളതാണ്. അതാണ് അച്ഛൻ പാടിയ പാട്ട് നാദർശിക്കറിയാം. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരിഞ്ഞു, അവിടെയും ഇവിടെയും ഈശ്വരൻ, വിജനമായ ഭൂമിയിലുമില്ല ഈശ്വരൻ. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ നടന്നു. മണിച്ചേട്ടന്റെ നാടൻ പാട്ടുകളെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. നാടൻ പാട്ടുകൾ ജനങ്ങളിലേക്ക് എത്തിച്ചത് മണിച്ചേട്ടൻ തന്നെയാണ്. ഇപ്പോഴും ഞാൻ കേട്ടേക്കുന്നതും ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നതുമായ പാട്ടുകളൊക്കെ മണിച്ചേട്ടൻ തന്നെയാണ്. അതുപോലെ മണിച്ചേട്ടൻ, ഞങ്ങൾക്ക് മണിച്ചേട്ടന്റെ ഒരു നാടൻ പാട്ട് കേട്ടാൽ കൊള്ളാവുന്നുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടുമോ? പിന്നെന്താ, നിങ്ങൾക്ക് വേണ്ടി പാട്ട് പാടാം. കാരണം ഇത്രയും നാടൻ പാട്ടുകള് സത്യം ഞാൻ നാദർശ ശരിക്കും പറഞ്ഞ ഞാൻ പാടുന്ന പാട്ടുകൾ ഒരിക്കലും നാടൻ പാട്ടുകളല്ല. പക്ഷെ ഈ നാടൻ പാട്ടുകളൊക്കെ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ ഒരു ഈ കറുത്തൊരു വിരല് ഒന്ന് പിടിച്ച് എനിക്കാൻ സഹായിച്ചു എന്നുള്ള സത്യം തന്നെയാണ് അല്ലേ? വടക്കോട്ട് പോയി മാവും മാങ്ങ തൂശിമ്മ കൂന്താര, ആ തെക്കോട്ട് പോയി മാവൊന്നു കണ്ടേ തൂശിമ്മ കൂന്താര, ആ കൊമ്പ് ഈ കൊമ്പ് ചാടി കുലുക്കി തൂശിമ്മ കൂന്താര, അടി ചീന്തുമ്മ ചുമപ്പുള്ള മാങ്ങ എനിക്കിട്ടു വേണ്ടാടി. അയ്യോ വടക്കോട്ട് പോയി മാവും മാങ്ങ തൂശിമ്മ കൂന്താര, നഗ തെക്കോട്ട് പോയി മാവൊന്നു കണ്ടേ തൂശിമ്മ കൂന്താര. എനിക്ക് നാദർഷയുടെ പാട്ടിനെ കുറിച്ച് പറയണേ, നാദർഷ ഇവിടെ ഇരുത്തിക്കൊണ്ട് പുകഴ്ത്തി പറയുന്നല്ല. നാദർഷയുടെ പാട്ടിൽ ഒരുപാട് അർത്ഥമുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ചില കാര്യങ്ങൾ നേരെ ആക്കേണ്ടതായിട്ടുള്ള ഒരുപാട് പാട്ടുകളുണ്ട്. അത് ഞാൻ ശരിക്കും പറഞ്ഞ് നിന്റെ ഒരു ആരാധകനാ, തികഞ്ഞ ആരാധകനാ. ഞാനിവന് തമ്മിൽ ഒരുപാട് സാമ്യമുണ്ട്. ഇവന്റെ നാളത്ത, എന്റെ നാളത്ത. ഇവന്റെ ഈ ചെവി ഇതേപോലെ ഇങ്ങനെ ഒട്ടി കിടക്കുന്ന ചെവിയാ, അവന്റെ ചെവിയും അതേപോലെ തന്നെയാണ്. എനിക്കിത് ഈ കയ്യിൽ ഇവിടെ ഒരു മറുകുണ്ട്, അവന്റെ കൈക്കുണ്ട് അതേ മറുക്. ഒരുപാട് എന്താ പറയാ. പിന്നെ ഇവനും പാട്ട് പാടും. ഇവന്റെ അത്ര എനിക്ക് പാടാൻ കഴിഞ്ഞില്ലും ഞാനും പാട്ട് പാടും. അവനൊരു മിമിക്രിയാണ്, ഞാനൊരു മിമിക്രി താരാണ്. അവനൊരു സിനിമാ നടനാണ്, ഞാനൊരു സിനിമാ നടനാണ്. തല്ല് പിടിക്കണത് ഇടി ഉണ്ടാക്കുന്ന ആൾക്കാർ എപ്പോഴും വഴക്കായിട്ട്. അതെ, എപ്പോഴും ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ തമ്മിൽ ഏറ്റവും കൂടുതൽ വടക്കുണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും അല്ലേ? നമ്മൾ പോകുന്നത് തന്നെ പാട്ട്, ഡാൻസ്, മിമിക്രി, ഫൈറ്റ്. ഞാൻ ഇപ്പൊ ഈ പാട്ട് ഞാൻ പാടിയിട്ടേ. ആടു പാമ്പേ ആടാടു പാമ്പേ ആടാടു പാമ്പേ, ആടു പാമ്പേ ആടാടു പാമ്പേ കാവിലിളം പാമ്പേ, എന്തു കണ്ടിട്ട് ഏതിനെ കണ്ടി ആടാടു പാമ്പേ, ആടു പാമ്പേ ആടാടു പാമ്പേ കാവിലിളം പാമ്പേ, അക്കനാരുടെ മഞ്ഞക്കളത്തിൽ വന്നാടാടു പാമ്പേ, അക്കനാരുടെ മഞ്ഞക്കളത്തിൽ വന്നാടാടു പാമ്പേ, ആടു പാമ്പേ ആടാടു പാമ്പേ ആടാടു പാമ്പേ, ആടു പാമ്പേ ആടാടു പാമ്പേ കാവിലിളം പാമ്പേ. എനിക്കിപ്പോ നിന്നോടൊരു റിക്വസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിനിമയെ കുറിച്ച് നീ ഒരു പാരഡി എഴുതിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ സിനിമയുടെ അവസ്ഥയാണോ അന്നത്തെ സിനിമയുടെ അവസ്ഥയാണോ എന്നറിയില്ല. അത് മറ്റേ ഒരു പ്രൊഡ്യൂസറുടെ വിലാപം, അതാണ് ആ കഥയുടെ പേര്. ഞാനും വീട് വിറ്റൊരു പടം പിടിച്ചേ, സിനിമ പടം പിടിച്ചേ, തരികിടപടമത് 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 തരികിടപടമത്, ഓരോ സ്റ്റാർസ് വന്നൻ കരം പിടിച്ചേ, ഞാനോ ഹരം പിടിച്ചേ, തരികിടപടമത് 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 തരികിടപടമത്. വിലയുള്ള സ്റ്റാർസ് അല്ലേ പറയുന്നത് കേൾക്കണ്ടേ, കളർഫുള്ള് പടമല്ലേ കളർ ഒത്തിരി ചേർക്കണ്ടേ, ഡയറക്ടർ വാശി പിടിച്ചൻ കീശയുള്ള കാശ് പിടിച്ചേ, ഞാനൻ വീട് വിറ്റൊരു പടം പിടിച്ചേ, സിനിമ പടം പിടിച്ചേ, തരികിടപടമത് 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 തരികിടപടമത്, ഓരോ സ്റ്റാർസ് വന്നൻ കരം പിടിച്ചേ, ഞാനോ ഹരം പിടിച്ചേ, തരികിടപടമത് 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 തരികിടപടമത്. ഇനി നമ്മുടെ കലാഭവൻ മണിയുടെ
ഡ്യൂപ്പിന് എന്തോ മണിയുടെ അടുത്ത് ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞു. അവരെന്ത് ചോദിക്കാൻ? ഇതിൽ വരാൻ അവസരങ്ങൾ ഇനിയിപ്പോ എന്താ? അല്ല, എന്താ ചോദിക്കാനുള്ളത്? മണിച്ചേട്ടാ, മണിച്ചേട്ടൻ ജനപ്രിയ നടനാണല്ലോ. മണിച്ചേട്ടൻ ഈ പൊതുവേദികളിൽ സ്വന്തം രൂപമല്ലാതെ വിഗ് വെച്ചുകൊണ്ട് കൂടുതൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതെന്താണെന്നറിയാം മണിച്ചേട്ടാ? അതെന്തുകൊണ്ടാണ്? എന്താ അത് നീ എന്നോട് ചോദിക്കണം. എന്നോട് നീ എന്നെ ചോദിക്കണത് ഇപ്പൊ എങ്ങനെയുണ്ട്? വിഗ് ഞാൻ വെച്ച് വരണ കാരണം എന്താന്നാ ഞാൻ അടുത്ത് വന്ന് പറഞ്ഞുതരാടാ. ഞാൻ വിഗ് വെച്ച് വരണ കാര്യം മണിയൊന്നും ചെയ്യണ്ട. അല്ല, ആദ്യം നിന്റെ വിഗ്, എന്നിട്ട് നീ വലിയ വർത്തമാനം പറയുന്നത്. എന്നിട്ട് നീ വർത്തമാനം പറയാതിരിക്കുന്നത്. നീ എന്തിനാ ഇത് വെച്ചോണ്ട് ജീവിക്കാനല്ലേ? അപ്പൊ എനിക്കും ജീവിക്കണ്ടേ? അത് ശരി. കണ്ടാ, പുള്ളി വെച്ചിട്ട് വന്നിട്ട് എന്റെ അടുത്ത് പറയാ, ചേട്ടൻ എന്തിനാ ജനകീയ നടനല്ലേ, എന്തിനാ വിഗ് വെച്ചേക്കണെന്ന്. ഇപ്പൊ മനസ്സിലായില്ല എന്തിനാന്നുള്ളത്? തിരിച്ചു വെച്ചോ, വിഗ് തിരിച്ചു വെച്ചേക്ക്. നല്ലതാ, വെച്ചു വെക്കാൻ കാണട്ടെ. എന്റെ രൂപം എങ്ങനെ വരണമെന്ന് കാണട്ടെ. ഇത് ചില മീൻകറി ഉണ്ടാക്കണ പോലെയാ. ആദ്യം ഇതിന്റെ ക്ലിപ്പ് വളയ്ക്കുക, അതിനുശേഷം നേരെ നെറ്റിയിലോട്ട് കമത്തി ഒറ്റ അടി, ആണി അടിക്കുന്ന മാതിരി സെന്ററിൽ ഒരു അടി, പിന്നെ ആ ക്ലിപ്പ് എടുത്തിട്ട് ഇടുക. ഇങ്ങനെയാണ് കലാഭവൻ മണി ഉണ്ടാക്കുക. അത് മനസ്സിലാക്കാം. ഇന്ന് വരെ പാടിയിരിക്കുന്ന പാട്ടുകൾ ഏറ്റവും കൂടുതൽ മണിക്ക് സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഗാനം? എനിക്ക് എന്റെ എല്ലാ പാട്ടുകളും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരാളാണ്. പക്ഷെ എന്നാലും നമ്മളത് ചില പാട്ടുകൾ എടുത്തു പറയുമ്പോൾ സീസൺ അനുസരിച്ചാണ് എന്റെ ചില പാട്ടുകൾ ഇഷ്ടമാവുക. ഓരോ സീസൺ ഫുഡ് മാതിരിയാ. ചിലപ്പോൾ ചക്ക ഉണ്ടാവുന്ന സമയത്ത് ആ പാട്ടായിരിക്കും, മാങ്ങ ഉണ്ടാവുന്ന സമയത്ത് അതായിരിക്കും. പ്രകൃതി നന്നായിട്ട് ആസ്വദിക്കുന്ന ആളാണ് ഞാൻ. ഞാനത് വളരെ ഇപ്പൊ ഒരു മേഘം കാണണമെങ്കിൽ അതൊരു മേഘം ഇങ്ങനെ കൂടി നിൽക്കണമെങ്കിൽ ആ മേഘത്തിൽ തന്നെ ഒരു രൂപം കാണുന്ന ഒരാളാണ് ഞാൻ. എന്ന പോലെ ഈ പാട്ടുകളും ചില സമയത്ത് ഞാൻ ഇഷ്ടപ്പെടുന്ന പാട്ടാണ്. ഏറ്റവും പ്രിയപ്പെട്ട ഗാനം? അതെ. ഇക്കൊല്ലം നമ്മക്ക് ഓണല്ലടി കുഞ്ഞേച്ചേ, കുട്ടേട്ടൻ തീരെ കിടപ്പിലല്ലേ. ഇക്കൊല്ലം നമ്മക്ക് ഓണല്ലടി കുഞ്ഞേച്ചേ, കുട്ടേട്ടൻ തീരെ കിടപ്പിലല്ലേ. കണ്ടും താടിയും പോയി ആളും മേലിഞ്ഞില്ലേ, കുട്ടേട്ടനില്ലാത്തോരോണം വേണ്ട. ഈ കൊല്ലം നമ്മക്ക് ഓണല്ലടി കുഞ്ഞേച്ചേ, കുട്ടേട്ടൻ തീരെ കിടപ്പിലല്ലേ. ആനക്കല്ലത്തൂരെ കുട്ടേട്ടൻ വീണപ്പോൾ കുഞ്ഞാത്തു നോക്കാതെ പോയില്ലേടി. ഈ കൊല്ലം നമ്മക്ക് ഓണല്ലടി കുഞ്ഞേച്ചേ, കുട്ടേട്ടൻ തീരെ കിടപ്പിലല്ലേ. തണ്ടും തടിയും പോയി ആളും മേലിഞ്ഞില്ലേ, കുട്ടേട്ടനില്ലാത്തരോണം വേണ്ട. എവിടെയൊക്കെ ഒരു നൊമ്പരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ അതൊക്കെയാണ്. അങ്ങനത്തെ പാട്ടുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശരിക്ക് ഫാമിലിയെ കുറിച്ചിട്ട്, ചേട്ടൻ ഒരാള് മരിച്ചു. എന്റെ ചേട്ടൻ സൂയിസൈഡ് ചെയ്താണ്. അദ്ദേഹം ഉണ്ടെങ്കിൽ എന്താ പറയാ, എന്റെ ചേട്ടനെ ഞാൻ അത്രയധികം ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു. എന്റെ ചേട്ടനെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ഒരു രൂപമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുന്നപ്ര പ്രശാന്തിന്റെ ഒരു കട്ടൊക്കെ തന്നെയാണ്. ചേട്ടനെ വേലായുധെന്ന് എഴുതിയൊരു പാട്ട് പാടിയതൊക്കെ എന്റെ ചേട്ടന് ഭയങ്കര എന്നോട് പറഞ്ഞു, നീ ഇതിനാ പാട്ടൊക്കെ പാടിയ, എന്റെ പേരൊക്കെ വെച്ച് നീ പാട്ട് പാടിയില്ലോ എന്ന് പറഞ്ഞു. പക്ഷെ എന്റെ ചേട്ടൻ എന്നെ പറ്റി ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ പൊളിച്ചടക്കിയിട്ട് അവിടെ നിന്ന് പോകാറുള്ളൂ. നന്നായി പാട്ട് പാടും, ഭയങ്കരമായിട്ട് പാട്ട് പാടും. ചേട്ടൻ പെട്ടെന്ന് മരിച്ചു. ഞാൻ ചരിത്രം എന്ന് പറഞ്ഞൊരു തമിഴ് പടത്തിന്റെ ഷൂട്ടിങ്ങിൽ ഞാൻ കളരിപ്പയറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്റെ മാനേജറും സുഹൃത്തായ ജോബി വന്നിട്ട് പറഞ്ഞു, മണി എന്ന് പറഞ്ഞു. മണി എന്ന് വിളിച്ചപ്പോ ഞാൻ ചോദിച്ചു, ചേട്ടൻ മരിച്ചല്ലേ എന്ന് ചോദിച്ചോളൂ. ഞാൻ എന്തോ അങ്ങനെയൊക്കെ ചില വിഷമങ്ങൾ വരും ആവശ്യം. പക്ഷെ എന്നാലും നമ്മളതൊക്കെ ചിരിച്ച് മാറ്റിയൊക്കെ കൊണ്ടുപോകുന്നുള്ളൂ. അനിയൻ രാമകൃഷ്ണൻ ഡാൻസർ. അനിയൻ എന്നേക്കാൾ വലിയൊരു കലാകാരനാണ്, ഡാൻസറാണ്. അതെ, തീർച്ചയായിട്ടും. ഞാൻ എപ്പോഴും പറയും, എന്റെ അനിയനോട് പറയും, ഒരിക്കലും നീ കലാഭവൻ മണിയുടെ അനിയനായിട്ട് അറിയപ്പെടരുത്. എനിക്ക് നിന്നെ അറിയപ്പെടാൻ ഇഷ്ടം രാമകൃഷ്ണന്റെ ചേട്ടനാണ് കലാഭവൻ മണി എന്നറിയപ്പെടാൻ എനിക്കിഷ്ടം ഞാൻ പറയാറുള്ളൂ. കാരണം നൃത്തം എന്ന് പറയുന്നത് പെട്ടെന്ന് അങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റിയൊരു സംഭവമല്ല. നമ്മളൊക്കെ ചില സമയത്ത് ഡാൻസ് കളിക്കുന്ന ഉറുമ്പനൊക്കെ കയറ്റി വിട്ടിട്ടാ അതിന്റെ കടീരെ പുളകം കൊണ്ട് ഒക്കെ കളിച്ചു പോകണമെന്ന് മാത്രമേ ഉള്ളൂ.
ചൂടിന്റെ വിയർപ്പിന്റെ ഒക്കെ വിഷമം കൊണ്ടൊക്കെ. അനിയൻ നന്നായി ഡാൻസ് ചെയ്യും, വലിയൊരു കലാകാരനാണ്. അമ്മ മരിച്ചു, അച്ഛൻ മരിച്ചു. പിന്നെ എനിക്ക് കുറെ ചേച്ചിമാരുണ്ട്, അനീതിയുണ്ട്. എന്റെ ഭാര്യ, എന്റെ മകൾ ലക്ഷ്മി. അതാണ് എന്റെ ജീവിതത്തിന്റെ ഒരു വലിയൊരു ടേണിംഗ് പോയിന്റ് എന്ന് തന്നെ പറയുന്നത്. ലക്ഷ്മി എന്ന് പറയുന്ന എന്റെ മകളുണ്ടായതിനു ശേഷമാണ് എനിക്കൊരു എന്താ പറയാ, അതെ, അതൊരു ഐശ്വര്യം തന്നെയാണ്. ഇപ്പൊ എവിടെയെങ്കിലും ചെല്ലുന്ന പറയുമ്പോ ഊട്ടി എല്ലാവരും അടുത്തു നിന്ന് നമ്മളെ പിച്ച മാന്ത ഇതെല്ലാം ഈ എല്ലാം ആഗ്രഹിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു പോസ്റ്ററിൽ ഒരു ഫോട്ടോ വരാൻ, കലാഭവന്റെ പ്രോഗ്രാമിന് എല്ലാവരുടെ തല വെച്ചിട്ട് അതിൽ എന്റെ തല മാത്രം മേടിച്ചിട്ടുണ്ടായിരുന്നില്ല കുറെ നാള്. ഒരു ഫോട്ടോ വരാൻ വേണ്ടി ഞാൻ പെടാപ്പാട്. ദൈവമേ, കലാഭവന്റെ പ്രോഗ്രാം കാണിക്കുമ്പോ ലാസ്റ്റ് അച്ഛനോട് പറഞ്ഞിട്ട് ഒരു സ്ലൈഡ് എന്റെ എഴുതി കാണിക്കുമ്പോ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. കലാഭവന്റെ പേര് എഴുതി കാണിക്കുമ്പോ ഞാൻ ഒന്ന് വായിക്കാമോ? ഏതാണ് ഈ കലാഭവന്റെ ഓർക്കസ്ട്ര മറ്റേ പേര് പരിചയപ്പെടുത്തുമ്പോ താളം വായിച്ചാൽ മതി. അതന്നെ ആ മ്യൂസിക് പിള്ളേർക്ക് ഉണ്ട്. ഇത് കാണിക്കുമ്പോ നമ്മുടെ ഫോട്ടോ വരും. അപ്പൊ ഞാൻ ഇങ്ങനെ സൈഡിൽ നിന്ന് മാറി കണ്ട ഫോട്ടോ കാണാൻ. ഈ ഇടുന്ന അമ്മമാരെന്ത് ചെയ്യുന്ന പറയുമ്പോ അതിലെന്നിട്ട് ആനയുടെ ഫോട്ടോ ഇട്ടാണ്. ഒരു ആന ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നിൽക്കണ്ട എന്റെ പേരും പറയും. എന്തൊരു അവസ്ഥയാന്ന് നോക്കിയാൽ. ശരിക്ക് അന്ന് അല്ല, അതാ ഞാൻ പറഞ്ഞത്. അതിനുശേഷം പോസ്റ്ററിലൊക്കെ പറയുന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നീട് എന്റെ പോസ്റ്റർ കണ്ടിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ചിരിച്ചത് അതെനിക്ക് ഒരാള് ആ ഫോട്ടോ എന്റെ വീട്ടിലേക്ക് അയച്ചെന്നാക്കാം. ഞാനുണ്ടായിരുന്നു ആ സമയത്തോടെ. അയാളത് എങ്ങനെ എടുത്തേന്ന് അറിയില്ല. ഞാനൊരു സ്ഥലത്ത് ഇത്തിരി സ്റ്റാൻഡേർഡിന് വേണ്ടി പറയാം, യൂറിൻ പാസ് ചെയ്യാൻ നിൽക്കുമ്പോ. കാരണം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇത്തിരി വെയിറ്റ് വേണ്ടേ, അതുകൊണ്ട് അല്ലെങ്കിൽ മൂത്രം ഒഴിക്കാൻ എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ നിൽക്കുമ്പോ ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ എന്റെ പോസ്റ്ററിന്റെ മുമ്പിൽ തന്നെയാ ഈ പറഞ്ഞ പരിപാടി, കലാപരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നോക്കുമ്പോ എന്റെ നാദൃശ എന്റെ പോസ്റ്ററില്ലേ ഒരു പോത്ത് എന്നറിയ തിന്നോണ്ടിരിക്കടാ. ഞാനിവിടെ നിൽക്കണം, നീ പോത്തിനൊന്ന് നോക്കിയാ മതി, ഈ ജന്മാണ് ഇവിടെ നിൽക്കണെന്ന് നോക്കിയാൽ മതി. ഞാൻ ചിരിച്ചിട്ട് അന്ന് എന്റെ അങ്ങനെയൊക്കെ വളരെ ചുരുക്കം നമുക്ക് കിട്ടുള്ളൂ. നമ്മുടെ പോസ്റ്റർ ഒരു പോത്ത് തിന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ തന്നെ കാണാം. വല്ലാത്തൊരു അത് ഈ മൈദ തേക്കുമ്പോൾ ഇതിനൊരു മധുരടാ, അതുകൊണ്ട് തിന്നണത്. ഞാൻ സൈഡിലേക്ക് നോക്കാം ആരെങ്കിലും കാണുന്നുണ്ടോന്നുള്ളത്. അല്ല ശരിക്ക് സ്റ്റേജില് ഇതുപോലെ ഒരു അനുഭവം ഉണ്ട്. ശരിക്കും പേടിച്ചു പോയാൽ. അയ്യോ, ഞാൻ ഓർക്കണ്ടേ നമ്മുടെ അജി ഗിന്നസ് ബക്രുമായിട്ട് പോയിട്ട് എന്റെ ദൈവം, അത് ഞാൻ മറക്കില്ല. ഞാൻ അന്ന് രണ്ടനുഭവം ഉണ്ടായി. ഒന്ന് യൂസഫ് ഭീമനായിട്ട് വരുന്നു. യൂസഫിന് ഇത്രം വിഗുണ്ട്. അപ്പൊ ആരെവിടെ എന്ന് പറഞ്ഞ് തിരിയണ സീനുണ്ട്. ആരെവിടെ എന്ന് പറഞ്ഞിട്ട് ഈ വിഗ് ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് ഫ്രണ്ടിൽ ഷട്ടർ ഇട്ട പോലെ എന്റെ കണ്ണുപോയി എന്ന് അലറി. അപ്പൊ ബാക്കിൽ നിന്ന് ഞാൻ പറഞ്ഞു ഒന്നും കൂടി ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കി, ആരെവിടെന്ന്. ആരെവിടെ? ശരിയായി വിഗ് വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു വന്നു. അതിനുശേഷമാണ് നമ്മൾ കാണുന്നത് മറ്റേ അജി വരണത് ഇങ്ങനെ തള്ളുവണ്ടിയില്ല അല്ലെ. അവനിപ്പോ ഗിന്നസ് ബക്ര ഞാൻ പറയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഗിന്നസ് ബക്ര അദ്യം പറഞ്ഞു ഞാൻ. അതുമല്ല ഇപ്പൊ ഡയറക്ടർ ആവുമ്പോ കുട്ടി പോലും അവന് നമുക്ക് നല്ലൊരു നമ്മുടെ ഇതിൽ നിന്നൊരു നല്ലൊരു സംവിധായകൻ വരട്ടെ, നമുക്കൊരു നല്ലൊരു ആശംസ കൊടുക്കാം, നന്നായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ ഈ ഒരു അവസ്ഥ ഇവൻ മറ്റേ വിഗും മറ്റേ രാജാവും പടച്ചട്ട കുന്തം കുറച്ചക്കറൊക്കെ ആയിട്ട് ഈ തള്ളുവണ്ടിയിൽ നിന്നിട്ട് നമ്മളെയാണ് തള്ളിവിടെ ഏൽപ്പിച്ചേക്കണേ. ഒന്ന് ഉന്തി വിട്ട ഈ വണ്ടി സർന്ന് വന്ന് ജയറാമേന്റെ അടുത്തേക്ക് വന്ന് നിൽക്കും. പക്ഷേ തള്ളലിത്തിരി സ്പീഡ് കൂടിയോ എന്ന് വെച്ചാൽ ഒരു തള്ളങ്ങട് തള്ളിയിട്ട് ഈ സാധനം സ്റ്റേജ് കഴിഞ്ഞ് പോവാനെ പോണേ. അപ്പൊ നമ്മുടെ എല്ലാ സ്റ്റേജിലും ഇങ്ങനത്തെ ഒരു ലൈറ്റ് ഉണ്ട്, കണ്ടണ്ട ഇങ്ങനെ ഇരുന്ന് കാണുന്നത് കണ്ടല്ലേ, ഇങ്ങനത്തെ ലൈറ്റ് ഇങ്ങനെ ഇരുന്ന് കാണുന്നത്. ഇവൻ നേരെ പോയിട്ട് ആ ലൈറ്റും അങ്ങോട്ട് പിടിച്ച് ഇവനും ലൈറ്റും കൂടി കിട്ടിയ ചില കല്യാണത്തിന് തലേദിവസം തേങ്ങപ്പാല് വീണുമാര് ഒരു പെടി പിടിച്ച അന്നെന്റെ കടവയറ് കത്തിപ്പോയി. പിന്നെ വന്നിട്ടൊരു ചീത്തവിളി ഉണ്ടായിരുന്നു. അനീഫ്ഖാനെ കടിക്കാൻ പോയില്ലേ ചാടിയിട്ട് അടിക്കാൻ. അനീഫ്ഖ പറഞ്ഞോ എന്നെ അവൻ തല്ലാൻ പറഞ്ഞോ. അനീഫ്ഖ പേടിച്ചു പോയിന്ന് ഇവന്റെ കൈ കണ്ടിട്ട് അടിക്കാൻ. അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവും. ദൈവമേ, അങ്ങനെ ഒരിക്കലും വരില്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്. പ്രേക്ഷകരോട് പറയും, സാധാരണ എല്ലാവരും പറയുന്ന ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കൊന്നും പറയാനില്ല. ഞാനിപ്പോ ഈ പരിപാടിക്ക് പങ്കെടുത്തതിൽ സന്തോഷമാണ്. ഞാനും നാദർശിയും നമ്മുടെ കൊച്ചു അനുജിത്യമാരും സുഹൃത്തുക്കളും പിന്നെ എന്റെ കുറെ ആളുകൾ നമ്മൾ ടിവിയിലൂടെ തന്നെ സംസാരിച്ചു. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കൂടുതലായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ പറഞ്ഞില്ല, എന്റെ ഒരു കുഞ്ഞു മനസ്സാണ്. എനിക്കിങ്ങനെയൊക്കെ ചിരിച്ചും കളിച്ചു പോകാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഞാൻ ആരും ദ്രോഹിക്കാൻ വേണ്ടി ഒന്നും പറഞ്ഞിട്ടില്ല. ഈ പ്രോഗ്രാമിന് നാദൃശയ്ക്ക് എല്ലാവിധ ആശംസകളും കൈരളി ചാനലിനും പ്രത്യേകിച്ച് ഇതിന്റെ എല്ലാവർക്കും എന്റെ ആശംസകൾ നേരുന്നു. നന്മ വരട്ടെ എന്നും കൂടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്.
ഏതായാലും ഒരുപാട് സന്തോഷമുണ്ട് എന്റെ പ്രിയ സുഹൃത്തിന്. താങ്ക് യു വെരി മച്ച്. ഓക്കെ. തുടുതുടുത്തൊരു കല്യാണി തുടുതുടുത്തൊരു കല്യാണി കൊടകരയിൽ കാവടിയാടുമ്പോ കണ്ടടി ഞാനൊരു മിന്നായം ചാട്ടുള്ളി മുനകുള്ള തുള്ളക്കണ മൂർച്ചയുള്ളൊരു നോട്ടമ്മ വിളിച്ചിട്ടല്ല ഞാൻ പറഞ്ഞിട്ടല്ല ഞാൻ വേല വേണ്ടടി കല്യാണി 6 മണി നേരം അയാൾ കിടക്കപ്പായെ നോടും, നേരെ ബാറിലേക്ക് ഞാൻ ഓടും, ബാറ് തുറക്കും മുമ്പേ കേറും. പാങ്കാലം കണ്ണു തുറക്കുമ്പോ 2 വീശിലെ കൈവിറക്കും. തന്നന താനിന തന്നന താനിന തന്നന താനിന തന്നാന തന്നന താനിന തന്നാന തന്നന താനിന തന്നന താനിന തന്നന താനിന തന്നാന തന്നന താനിന തന്നാന. ഒന്നാമത്തെ ബെക്കെടുത്ത് കുറഞ്ഞ ടൈപ്പ് ഒരു സോഡ വാങ്ങി കടിച്ച് പൊട്ടിച്ച് അതിലൊഴിച്ച് ആർത്തിയോടത് കയ്യിലെടുത്ത് കുടിച്ചു നോക്കിയപ്പോ തണുപ്പില്ലഞ്ഞിട്ട് ഇറങ്ങാൻ പറ്റാതെ ഐസിനായി ഞാൻ കൂകവേ സപ്ലയർ വന്നെന്റെ മോന്തക്ക് തോണ്ടിപ്പോ നല്ലോണം നൊന്തടയുന്നെനിക്ക്. സപ്ലയർ വന്നെന്റെ മോന്തക്ക് തോണ്ടിപ്പോ നല്ലോണം നൊന്തടയുന്നെനിക്ക്. അമ്മയുടെ മോളെ ഞാൻ നിക്കാഹി ചെയ്തി ആകെ കുഴപ്പത്തിലായി. അവൾ കാലത്തെ നിൽക്കൂല, മുറ്റ മടിക്കൂല, പല്ല് കൂടി തേക്കൂലേ. ആ മുറ്റ മടിക്കാനായി ചൂലെടുത്താൽ അവൾ നടന്നോണ്ടുറങ്ങും ചെയ്താൽ. ആ മുറ്റ മടിക്കാനായി ചൂലെടുത്താൽ അവൾ നടന്നോണ്ടുറങ്ങും ചെയ്താൽ. തല്ലാനോ പാടില്ല, കൊല്ലാനോ പാടില്ല, മാമാന്റെ മോളായി പോയി. അയ്യോ, തല്ലാനോ പാടില്ല, കൊല്ലാനോ പാടില്ല, മാമാന്റെ മോളായി പോയി. அடி என்னடி ரக்கம்ம பல்லாக்கு நெருப்பு என் நெஞ்சு கொலுங்குதடி. அடி கண்ணாடி முக்குத்தி மாணிக்க சிவப்பு மச்சானே இருக்குதடி. அடி என்னடி ரக்கம்ம பல்லாக்கு நெருப்பு என் நெஞ்சு கொலுங்குதடி. அடி கண்ணாடி முக்குத்தி மாணிக்க சிவப்பு மச்சானே இருக்குதடி. അയ്യോ എന്താടി രാധമ്മ നീ എന്നെ നോക്കണേ, എന്നോട് മിണ്ടുകയില്ലേ? അത് 5-6 പ്രാവശ്യം നീ എന്നെ വെറുതെ കഴുത്തോണ്ട് വെട്ടിച്ചു നോക്കി. എന്താടി രാധമ്മ നീ എന്നെ നോക്കണേ, എന്നോട് മിണ്ടുകയില്ലേ? അത് 5-6 പ്രാവശ്യം നീ എന്നെ വെറുതെ കഴുത്തോണ്ട് വെട്ടിച്ചു നോക്കി. la 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 la